ഹായ് ആൾ നമ്മുടെ സിലബസിലെ നാലാമത്തെ മൊഡ്യൂള് മൈക്രോബയോളജിയാണ്. അപ്പോൾ അതിലെ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാല്? അപ്പോൾ സ്റ്റെറിലൈസേഷൻ ഉണ്ട്, ഡിസ്ഇൻഫെക്ഷൻ ഉണ്ട്, ദെൻ ആന്റിസെപ്റ്റിക് ഉണ്ട്. അപ്പൊ ഇത് മൂന്നും നമ്മുടെ സിലബസിലുണ്ട്. അപ്പൊ ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കംപ്ലീറ്റ് റിമൂവൽ ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾ മൈക്രോ ഓർഗാനിസം. അതായത് അവിടെ പാത്തോജനിക് ആയിക്കോട്ടെ നോൺ പാത്തോജനിക് ആയിക്കോട്ടെ കംപ്ലീറ്റ് മൈക്രോ ഓർഗാനിസത്തെ റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആണ് സ്റ്റെറിലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല, ഇങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ അവിടെ മൈക്രോ ഓർഗാനിസത്തിന്റെ അവിടെ വെജിറ്റേറ്റീവ് ഫോംസും സ്പോർ ഫോംസും എന്താണ് അവിടെ നശിപ്പിച്ച് കളയും. ഓക്കെ, അപ്പൊ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ദ കംപ്ലീറ്റ് റിമൂവൽ ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ആൾ മൈക്രോ ഓർഗാനിസം ദെൻ യൂസ്ഡ് ഓൺ ഇൻ അനിമേറ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇൻ അനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിലാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുക. ദെൻ ഡിസ്ട്രക്ഷൻ ഓഫ് വെജിറ്റേറ്റീവ് ഫോം ആൻഡ് സ്പോർ ഫോം. അവിടെ മൈക്രോ ഓർഗാനിസത്തിന്റെ വെജിറ്റേറ്റീവ് ഫോമും സ്പോർ ഫോമും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളയും. അടുത്ത ടേമാണ് ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ അവയുടെ വെജിറ്റേറ്റീവ് ഫോംസിൽ നശിപ്പിച്ച് കളയുന്ന പ്രോസസ് ആണ് ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഡിസ്ഇൻഫെക്ഷനിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ മാത്രമാണ് നശിപ്പിച്ച് കളയുന്നത്. അതും അവയുടെ എന്ത് സ്റ്റേറ്റിലാണ്? വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ മാത്രമാണ് നശിപ്പിച്ച് കളയുന്നത്. ഓക്കെ, ദെൻ ഇത് നമ്മൾ ഇൻ അനിമേറ്റ് ഒബ്ജക്ട്, ജീവനില്ലാത്ത ഒബ്ജക്ട്സിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ എലിമിനേറ്റ് പാത്തോജനിക് മൈക്രോ ഓർഗാനിസം ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഫിസിക്കൽ ഓർ കെമിക്കൽ മെത്തേഡ്സ്. ഓക്കെ, അപ്പൊ സ്റ്റെറിലൈസേഷനും ഡിസ്ഇൻഫെക്ഷനും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ. അടുത്തതാണ് ഡിസ്ഇൻഫെക്റ്റന്റ്. അപ്പൊ ഇങ്ങനെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഏജന്റ്, അതിനെയാണ് നമ്മൾ ഡിസ്ഇൻഫെക്റ്റന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇനി അടുത്തതാണ് ആന്റിസെപ്റ്റിക്. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാല് ഇവിടെ ഡിസ്ഇൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജീവനില്ലാത്ത ഇൻ അനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏജൻസിനെയാണ് ഡിസ്ഇൻഫെക്റ്റന്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോ എന്നാൽ നമ്മൾ ജീവനുള്ള നമ്മുടെ ബോഡി ടിഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി സർഫസ് ലിവിങ് ടിഷ്യൂസിൽ നമ്മൾ ഡിസ്ഇൻഫെക്റ്റന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് പാർട്സിൽ ബോഡി സർഫസിൽ, ഓക്കെ, ലിവിങ് ആയിട്ടുള്ള നമ്മുടെ ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അപ്ലൈ ചെയ്യുന്ന ഡിസ്ഇൻഫെക്റ്റന്റിനെയാണ് നമ്മൾ ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആന്റിസെപ്റ്റിക് എന്താണ്? ആന്റിസെപ്റ്റിക് കെമിക്കൽസ് അപ്ലൈഡ് ടു ബോഡി സർഫസസ് ടു ഡിസ്ട്രോയ് ഓർ ഇൻഹിബിറ്റ് വെജിറ്റേറ്റീവ് പാത്തജൻസ്. ഓക്കെ, അപ്പൊ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസ് ആണ്. അതായത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെയും നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെയും അവിടെ നശിപ്പിച്ച് കളയും. അവിടെ വെജിറ്റേറ്റീവ് ഫോമും സ്പോർ ഫോമും കംപ്ലീറ്റ് ആയിട്ട് അവിടെ നശിപ്പിച്ച് കളയും. ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ മാത്രം നശിപ്പിച്ച് കളയുന്നു. ദെൻ അവയുടെ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് മാത്രമേ അവിടെ നശിപ്പിച്ച് കളയുന്നുള്ളൂ. ഡിസ്ഇൻഫെക്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെയാണ് ഡിസ്ഇൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. ഡിസ്ഇൻഫെക്റ്റന്റ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? ഇൻ അനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ആന്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിവിങ് ടിഷ്യൂസിൽ യൂസ് ചെയ്യുന്ന ഡിസ്ഇൻഫെക്റ്റന്റിനെയാണ് നമ്മൾ ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ നമ്മൾ സ്റ്റെറിലൈസേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഫിസിക്കൽ മെത്തേഡ്സ് ഉണ്ട്, കെമിക്കൽ മെത്തേഡ്സ് ഉണ്ട്, മെക്കാനിക്കൽ മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിലെ ഫിസിക്കൽ മെത്തേഡ്സിൽ വരുന്നതാണ് ഡ്രൈയിങ്, ഹീറ്റ്, റേഡിയേഷൻ. അതിൽ ഹീറ്റിൽ തന്നെ എന്തുണ്ട്? ഡ്രൈ ഹീറ്റും ഉണ്ട്, മോയിസ്റ്റ് ഹീറ്റും ഉണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഡ്രൈ ഹീറ്റിൽ വരുന്ന ഹോട്ട് എയർ ഓവനെ കുറിച്ചിട്ടും മോയിസ്റ്റ് ഹീറ്റിൽ വരുന്ന ഓട്ടോക്ലേവിനെ കുറിച്ചിട്ടുമാണ് നമുക്ക് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ, അതിന്റെ പ്രിൻസിപ്പിൾ, അതിന്റെ വർക്കിംഗ് പ്രൊസീജിയർ, അതാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റു മെത്തേഡ്സ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. എന്നിരുന്നാൽ കൂടി അതിന്റെ മറ്റു മെത്തേഡ്സിന്റെ നോട്ട് ആവശ്യമാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, അത് അയച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിലബസിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ഇത് നോക്കിയാൽ മതി, ഹോട്ട് എയർ ഓവനും ഓട്ടോക്ലേവും. ദെൻ നമുക്ക് കുറച്ച് ഡിസ്ഇൻഫെക്റ്റന്റും ആന്റിസെപ്റ്റിക്കും കൂടി പഠിക്കാനുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ,
അപ്പോ ഫിസിക്കൽ മെത്തേഡ് ഉണ്ട്, കെമിക്കൽ മെത്തേഡ് ഉണ്ട്, മെക്കാനിക്കൽ മെത്തേഡ് ഉണ്ട്. ഫിസിക്കൽ മെത്തേഡ്സിൽ വരുന്നതാണ് ഡ്രൈയിങ്, ഹീറ്റ്, റേഡിയേഷൻ. അതിൽ ഹീറ്റിൽ തന്നെ ഡ്രൈ ഹീറ്റും ഉണ്ട്, മോയിസ്റ്റ് ഹീറ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ ഡ്രൈ ഹീറ്റിന്റെ കീഴിലാണ് ഏത് വരുന്നത്? നമ്മുടെ ഹോട്ട് എയർ ഓവൻ വരുന്നത്. മോയിസ്റ്റ് ഹീറ്റിലാണ് ഏത് വരുന്നത്? ഓട്ടോക്ലേവ് വരുന്നത്. ഓക്കെ, ദെൻ കെമിക്കൽസിലാണ് നമ്മൾ ഡിസിൻഫെക്റ്റന്റ് ആയിട്ടും ആന്റിസെപ്റ്റിക് ആയിട്ടും യൂസ് ചെയ്യുന്ന കെമിക്കൽസിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് മോയിസ്റ്റ് ഹീറ്റ്, എന്താണ് ഡ്രൈ ഹീറ്റ് എന്ന് നോക്കാം. ജസ്റ്റ് അതിനൊരു ഡിഫറൻസ് നോക്കാം. ഓക്കെ, മോയിസ്റ്റ് ഹീറ്റ് എന്താണ്? ഇറ്റ് ഹാസ് വാട്ടർ ആൻഡ് സ്റ്റീം. മോയിസ്റ്റ് ഹീറ്റിൽ എന്തുണ്ടായിരിക്കും? വാട്ടർ ഉണ്ടായിരിക്കും, സ്റ്റീം ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു സ്റ്റീമിന്റെ ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ, ഡയറക്റ്റ് ഹീറ്റിംഗ് അല്ല, സ്റ്റീം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. എന്നാൽ ഡ്രൈ ഹീറ്റിൽ എന്താണ്? അവിടെ ഡ്രൈ ഹീറ്റ് ആണ്, അവിടെ നോട്ട് റിക്വയർ വാട്ടർ ആൻഡ് സ്റ്റീം. ഓക്കെ, then it is based on protein denaturation and coagulation. മോയിസ്റ്റ് ഹീറ്റിൽ എങ്ങനെയാണ് മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിക്കുന്നത്? അവയുടെ പ്രോട്ടീൻ ഡീനാച്ചുറേഷനും കൊയാഗുലേഷനും. ഓക്കെ, ഡ്രൈ ഹീറ്റിൽ പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ. ദെൻ മോയിസ്റ്റ് ഹീറ്റിൽ എന്താ ചെയ്യുന്നത്? ലാറ്റന്റ് ഹീറ്റ് ലിബറേറ്റഡ് വെൻ സ്റ്റീം കണ്ടൻസസ് ഓൺ കൂളർ സർഫസ്. ഡ്രൈ ഹീറ്റിലാണെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓക്സിഡേറ്റീവ് ഡാമേജ്. അപ്പൊ ഡ്രൈ ഹീറ്റിൽ ഓക്സിഡേറ്റീവ് ഡാമേജ് ആണ്. ഓക്കെ, then ഇവിടെ spores are killed by exposure to heat at 121 degrees Celsius for 10 to 30 minutes. അപ്പൊ ഇത് നമ്മുടെ മോയിസ്റ്റ് ഹീറ്റിൽ വരുന്നതാണ് നമ്മുടെ ഓട്ടോക്ലേവ്. അപ്പൊ ആ ഒരു ഓട്ടോക്ലേവിന്റെ വർക്കിംഗ് ടെമ്പറേച്ചർ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 121 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ഇവിടെ സ്പോർസിനെ കിൽ ചെയ്യും. മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ്സിൽ ബാക്ടീരിയാസിന്റെ സ്പോർസിനെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ സ്പോർസിനെ നമ്മൾ കിൽ ചെയ്യും. അപ്പൊ അതിന് വേണ്ട ടെമ്പറേച്ചർ എത്രയാണ്? 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 10 to 30 മിനിറ്റ്സ്. എന്നാൽ ഡ്രൈ ഹീറ്റിൽ എന്താണ്? സ്പോർസ് ആർ കിൽഡ് ബൈ എക്സ്പോഷർ ഓഫ് ടെമ്പറേച്ചർ അറ്റ് 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 ഹവർ. ഇവിടെയും എന്താണ്? സ്പോർസ് കിൽ ചെയ്യും. ദെൻ 160 ഡിഗ്രി സെൽഷ്യസ് ഹൈ ടെമ്പറേച്ചർ വേണം 1 ഹവർ. ഓക്കെ, ദെൻ മോയിസ്റ്റ് ഹീറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അണ്ടർ പ്രഷർ. ഓക്കെ, പ്രഷർ കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് അവിടെ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ വർക്ക് എന്തിലാണ്? അണ്ടർ പ്രഷർ. ദെൻ ഡ്രൈ ഹീറ്റിൽ എന്താണ്? അവിടെ പ്രഷർ ഒന്നുമില്ല, ഡയറക്റ്റ് ഫ്ലെയിം കൊടുക്കുകയാണ്. ഓക്കെ, ദിസ് പ്രോസസ് ടേക്ക് ലെസ് ടൈം. മോയിസ്റ്റ് ഹീറ്റിന് ലെസ് ടൈമേ ആവശ്യമുള്ളൂ, ഡ്രൈ ഹീറ്റിന് മോർ ടൈം ആവശ്യമാണ്. ദെൻ മോയിസ്റ്റ് ഹീറ്റ് എന്താണ്? ഇറ്റ് മെയിൻലി ഡിപ്പെൻഡ് ഓൺ ബോയിലിംഗ് ആൻഡ് ഓട്ടോക്ലേവ്. ബോയിലിംഗും ഓട്ടോക്ലേവും ഏതിലാണ് വരുന്നത്? മോയിസ്റ്റ് ഹീറ്റിലാണ് വരുന്നത്. ഡ്രൈ ഹീറ്റിൽ എന്താണ് വരുന്നത്? ഡിപ്പെൻഡ് ഓൺ ഫ്ലെയിം ആൻഡ് ഇൻസിനറേഷൻ. ഇതിൽ ഡ്രൈ ഹീറ്റിൽ നമ്മുടെ ഹോട്ട് എയർ ഓവൻ കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഡ്രൈ ഹീറ്റിൽ ഏതൊക്കെയാണ് വരുന്നത്? ഫ്ലെയിമിങ്ങും ഇൻസിനറേഷനും ഹോട്ട് എയർ ഓവണും. മോയിസ്റ്റ് ഹീറ്റിലാണെങ്കിൽ മോയിസ്റ്റ് ഹീറ്റ് ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്, മോയിസ്റ്റ് ഹീറ്റ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്, മോയിസ്റ്റ് ഹീറ്റ് എബോവ് 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ മോയിസ്റ്റ് ഹീറ്റ് ബിലോ 100 ഡിഗ്രി സെൽഷ്യസിൽ വരുന്നതാണ് പാസ്ചറൈസേഷൻ, വാട്ടർ ബാത്ത്, ഇൻസ്പിസേഷൻ. ദെൻ മോയിസ്റ്റ് ഹീറ്റ് അറ്റ് 100 ഡിഗ്രിയിൽ ബോയിലിംഗ്, സ്റ്റീമിംഗ്, ടിൻഡലൈസേഷൻ. അപ്പൊ ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആണ്. അപ്പൊ സ്റ്റെറിലൈസേഷൻ നമുക്ക് ഡ്രൈ ഹീറ്റ് മെത്തേഡ് വഴിയും മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ് വഴിയും ചെയ്യാം. അപ്പൊ ഡ്രൈ ഹീറ്റിന്റെ കീഴിൽ വരുന്നതാണ് ഫ്ലെയിമിംഗ്, ഇൻസിനറേഷൻ, ഹോട്ട് എയർ ഓവൺ. അപ്പൊ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹോട്ട് എയർ ഓവനെ കുറിച്ചാണ്. മോയിസ്റ്റ് ഹീറ്റിൽ ഏതാണ് വരുന്നത്? മോയിസ്റ്റ് ഹീറ്റ് ബിലോ 100 ഡിഗ്രി, അറ്റ് 100 ഡിഗ്രി, എബോവ് 100 ഡിഗ്രി. ബിലോ 100 ഡിഗ്രിയിൽ പാസ്ചറൈസേഷൻ, വാട്ടർ ബാത്ത്, ഇൻസ്പിസേഷൻ. അറ്റ് 100 ഡിഗ്രിയിൽ ബോയിലിംഗ്, സ്റ്റീമിംഗ്, ടിൻഡലൈസേഷൻ. എബോവ് 100 ഡിഗ്രിയിൽ ഓട്ടോക്ലേവ്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ഹോട്ട് എയർ ഓവണും ഓട്ടോക്ലേവുമാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ഹോട്ട് എയർ ഓവനെ കുറിച്ച് പഠിക്കാം. ഹോട്ട് എയർ ഓവൻ ഏതിലാ വരുന്നത്? ഡ്രൈ ഹീറ്റ് മെത്തേഡ് ആണ് അല്ലെ? അപ്പൊ ഈ ഹോട്ട് എയർ ഓവൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾസ് ടു ബി സ്റ്റെറിലൈസ്ഡ് ആർ എക്സ്പോസ്ഡ് ടു ഹൈ ടെമ്പറേച്ചർ. ഇവിടെ ഹൈ ടെമ്പറേച്ചർ കൊടുക്കണം. 160 ഡിഗ്രി സെൽഷ്യസ് ആണ് ഹോട്ട് എയർ ഓവന്റെ വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് നിർബന്ധമായിട്ട് ഓർത്തു വെക്കണം. ഹോട്ട് എയർ ഓവൻ കണ്ടെത്തിയത് ലൂയിസ് പാസ്റ്റർ ആണ്. 160 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, 1 ഹവർ ഇൻ ഇലക്ട്രിക്കലി ഹീറ്റഡ് ഓവൻ. Since air is poor conductor of heat, even distribution of heat throughout the chamber is achieved by a fan. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഹോട്ട് എയർ ഓവന്റെ പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് നമ്മുടെ ഹീറ്റിനെ ഈവൺ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും? ഒരു ഫാൻ ഉണ്ടായിരിക്കും. ഓക്കെ,
അപ്പൊ ഒരു ഇലക്ട്രിക്കലി ഹീറ്റഡ് ഓവൺ ഉണ്ടായിരിക്കും. ആ ഓവൺ ആണ് ഇവിടെ ഹീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഇത് അടുത്ത ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ആർട്ടിക്കിൾ ബൈ റേഡിയേഷൻ, കണ്ടക്ഷൻ, കൺവെൻഷൻ. അപ്പൊ ഈ 3 പ്രോസസ്സും നമ്മുടെ ഹോട്ട് എയർ ഓവണിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് ഇതൊരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതിലൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഹോട്ട് എയർ ഓവണിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന മെത്തേഡ്സ്. അപ്പൊ ഇവിടെ 3 മെത്തേഡ് നടക്കുന്നുണ്ട്. റേഡിയേഷൻ നടക്കുന്നുണ്ട്, കണ്ടക്ഷൻ നടക്കുന്നുണ്ട്, കൺവെക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഒരു 3 മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വഴിയാണ് നമ്മുടെ ആർട്ടിക്കിൾസ് എന്താകുന്നത്, സ്റ്റെറിലൈസേഷൻ അവിടെ നടക്കുന്നത്. ഓക്കെ, ദ ഓവൺ ഷുഡ് ബി ഫിറ്റഡ് വിത്ത് തെർമോസ്റ്റാറ്റ് കൺട്രോൾ, temperature indicator, meshed shelves and must have adequate insulation. ഓക്കെ, അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഒരു തെർമോസ്റ്റാറ്റ് കൺട്രോൾ ഉണ്ടായിരിക്കണം, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കണം. ദെൻ ഒരു മെഷ്ഡ് ഷെൽഫ്സ് ഉണ്ടായിരിക്കണം നമ്മുടെ. ഓക്കെ, അപ്പോ ഇതിനെന്താണ്? മെറ്റാലിക് ഇൻസ്ട്രുമെന്റ് ലൈക്ക് ഫോഴ്സപ്സ്, സ്കാൽപ്സ്, സിസേഴ്സ്, ഗ്ലാസ് വെയർ, സ്വാബ്സ്, ഓയിൽസ്, ഗ്രീസ്, petroleum jelly and some pharmaceutical products are sterilized by this method. അപ്പൊ ഇത് ഓർത്ത് വെക്കണം, ഇതിൽ നിന്നും ഏതെങ്കിലുമൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പൊ ഇതിന് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത് ചോദിക്കും. ഇപ്പൊ ഓയിൽസ് ഏതാണ്, ജെല്ലീസ് ഏതാണ്, പൗഡേഴ്സ്, ഗ്ലാസ് വെയേഴ്സ്, ഇതേ നമ്മുടെ ഈ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് ഫോർസെപ്സ്, സ്കാൽപ്സ്, സിസേഴ്സ്, ഇതൊക്കെ എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? ഹോട്ട് എയർ ഓവൻ വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ് എന്ന് നോക്കാം. ആർട്ടിക്കിൾസ് ടു ബി സ്റ്റെറിലൈസ്ഡ് മസ്റ്റ് ബി പെർഫെക്റ്റ്ലി ഡ്രൈ ബിഫോർ പ്ലേസിംഗ് ദം ഇൻസൈഡ് ഹോട്ട് എയർ ഓവൺ. നമ്മുടെ ഹോട്ട് എയർ ഓവണിൽ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ആർട്ടിക്കിൾസ് എല്ലാം തന്നെ എന്തായിരിക്കണം? പെർഫെക്റ്റ്ലി ഡ്രൈഡ് ആയിരിക്കണം. ഓക്കെ, ആർട്ടിക്കിൾസ് മസ്റ്റ് ബി പ്ലേസ്ഡ് അറ്റ് സഫിഷ്യന്റ് ഡിസ്റ്റൻസ് സോ ആസ് ടു അലോ ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ ഇൻ ബിറ്റ്വീൻ. അപ്പൊ നമ്മൾ ആർട്ടിക്കിൾസ് വെക്കുമ്പോൾ എന്തായിരിക്കണം? അതിന്റെ ഇടയിൽ ഇങ്ങനെ സഫിഷ്യന്റ് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ടു അലോ ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ. ഓക്കെ, ദെൻ മൗത്ത് ഓഫ് ഫ്ലാസ്ക്, ടെസ്റ്റ് ട്യൂബ് ആൻഡ് ബോത്ത് എൻഡ്സ് ഓഫ് പിപ്പറ്റ്സ് മസ്റ്റ് ബി പ്ലഗ്ഡ് വിത്ത് കോട്ടൺ വൂൾ. അപ്പൊ ഇത് നന്നായിട്ട് എന്ത് ചെയ്തിരിക്കണം? കോട്ടൺ വൂൾ കൊണ്ട് നന്നായിട്ട് അത് അടച്ചു വെച്ചിരിക്കണം. ഓക്കെ, പ്ലഗ് ചെയ്ത് വെച്ചിരിക്കണം. ദെൻ ആർട്ടിക്കിൾസ് സച്ച് ആസ് പെട്രി ഡിഷസ്, pipettes may be arranged inside metal canisters and then placed. ഇൻഡിവിജ്വൽ ഗ്ലാസ് ആണ്. അപ്പോ നമ്മുടെ പെട്രി ഡിഷും പിപ്പറ്റ്സ് ഒക്കെ എവിടെയാണ്? മെറ്റൽ കാനിസ്റ്റേഴ്സിലാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. ഇൻഡിവിജ്വൽ ഗ്ലാസ് ആർട്ടിക്കിൾസ് മസ്റ്റ് ബി റാപ്പിഡ് ഇൻ ക്രാഫ്റ്റ് പേപ്പർ ഓർ അലുമിനിയം ഫോയിൽസ്. അപ്പൊ നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അത് നന്നായിട്ട് റാപ്പ് ചെയ്ത് വെക്കണം. ക്രാഫ്റ്റ് പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽസ് കൊണ്ടോ നന്നായിട്ട് അതിനെ എന്ത് ചെയ്ത് വെച്ചിരിക്കണം? അതിനെ റാപ്പ് ചെയ്യണം. ഓക്കെ, ഹോൾഡിംഗ് ടൈം ഈസ് 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour. അപ്പൊ ഇതിന്റെ ഹോൾഡിംഗ് ടൈം എന്ന് പറയുന്നത് 160 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫോർ 1 hour. അപ്പോ ദ ഹോട്ട് എയർ ഓവൺ മസ്റ്റ് നോട്ട് ബി opened until the temperature inside has fallen below 60 degrees Celsius to prevent breakage of glassware. അപ്പൊ നമ്മുടെ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയി നമ്മൾ പെട്ടെന്ന് ഹോട്ട് എയർ ഓവൻ പോയിട്ട് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ടെമ്പറേച്ചർ കുറച്ച് ഫാൾ ആവണം, ഒരു ബിലോ 60 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും വരണം. ഓക്കെ, പെട്ടെന്ന് തുറന്നാൽ എന്താകും? നമ്മുടെ ആ ഗ്ലാസ് വെയർസ് ഒക്കെ പെട്ടെന്ന് ബ്രേക്കേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 60 ഡിഗ്രി ബിലോ അത് ഫാൾ ചെയ്താൽ മാത്രം, ടെമ്പറേച്ചർ ബിലോ 60 ഡിഗ്രി സെൽഷ്യസ് ആയാൽ മാത്രമേ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ചില ബയോളജിക്കൽ കൺട്രോൾ യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബയോളജിക്കൽ കൺട്രോൾ യൂസ് ചെയ്യുന്നത്? കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചില കൺട്രോൾ മെത്തേഡ്സ് യൂസ് ചെയ്യും. ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്സിൽ വരുന്നത് നമ്മുടെ സ്പോർസ് ഓഫ് ബാസിലസ് സബ്റ്റൈലിസ് ഓർ ക്ലോസ്ട്രിഡിയം ടെറ്റനി, ഒന്നല്ലെങ്കിൽ ബാസിലസ് സബ്റ്റൈലിസിന്റെയോ അല്ലെങ്കിൽ ക്ലോസ്ട്രിഡിയം ടെറ്റനിയുടെയോ എന്താണ് സ്പോർസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്പോർസ് ഒരു പേപ്പർ സ്ട്രിപ്സിലാക്കിയിട്ട് നമ്മൾ അവിടെ ഈ ഹോട്ട് എയർ ഓവന്റെ ഉള്ളിൽ നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, എന്താണ്? അപ്പോൺ കംപ്ലീഷൻ ഓഫ് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ ദ സ്ട്രൈപ്സ് ആർ റിമൂവ്ഡ് ആൻഡ് ഇനോക്കുലേറ്റഡ് ഇൻ ടു തയോഗ്ലൈക്കോളേറ്റ് ബ്രോത്ത് ഓർ കുക്ക്ഡ് മീറ്റ് മീഡിയം. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇവിടെ ഹോട്ട് എയർ ഓവന്റെ അവിടെ സ്റ്റെറിലൈസേഷൻ ആർട്ടിക്കിൾസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെറിലൈസ് ആയോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ കൂടെ ഈ ഒന്നല്ലെങ്കിൽ ബാസിലസ് സബ്റ്റൈൽസ് അല്ലെങ്കിൽ ക്ലോസ്ട്രിഡിയം ടെറ്റനി ഇതിന്റെ പോഴ്സ് എന്ത് ചെയ്യും? ഒരു പേപ്പർ സ്ട്രിപ്സിലാക്കിയിട്ട് നമ്മൾ അവിടെ വെക്കും. അതിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സ്റ്റെറിലൈസേഷൻ പ്രോസസ് കഴിഞ്ഞ ശേഷം
നമ്മൾ ആ പേപ്പർ സ്ട്രിപ്സ് എടുത്തിട്ട് നമ്മൾ അതിനെ ഇനോക്കുലേറ്റ് ചെയ്യും. ഏതില്? ഒന്നല്ലെങ്കിൽ തയോഗ്ലൈക്കൊളേറ്റ് ബ്രോത്തില്, അല്ലെങ്കിൽ കുക്ക്ഡ് മീറ്റ് മീഡിയം, ഇതിൽ വെച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഇനോക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇതിന് എന്താണ്? ഇൻക്യുബേറ്റ് ചെയ്യും 37°C ഫോർ 3 to 5 days. അപ്പൊ നമ്മൾ പ്രോപ്പർ സ്റ്റെറിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ സ്പോർട്സ് ഒന്നും ജെർമിനേറ്റ് ചെയ്യില്ല, ഇല്ല അല്ലേ? അപ്പൊ അവിടെ ജെർമിനേറ്റ് ചെയ്താൽ എന്താണ് അതിനർത്ഥം? അവിടെ കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ നടന്നിട്ടില്ല എന്നാണ് അർത്ഥം. ഓക്കെ, കാരണം ഇതൊക്കെ നല്ല ഹൈ ടെമ്പറേച്ചറിലും, അത്രയും ഹൈ ടെമ്പറേച്ചർ എത്തിയിട്ട് അവിടെ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകണം. ഓക്കെ, അപ്പൊ ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ സ്പോർട്സ് എല്ലാം അവിടെ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ നടന്നു എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, സ്റ്റെറിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ മീഡിയത്തിൽ നമ്മൾ അതിനെ ഗ്രോ ചെയ്യും, അത് മീഡിയത്തിൽ ഗ്രോ ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ പ്രോപ്പർ സ്റ്റെറിലൈസേഷൻ ഷുഡ് കിൽ ദ സ്പോർട്സ് ആൻഡ് ദേ ഷുഡ് നോട്ട് ബി എനി ഗ്രോത്ത്. അപ്പൊ അതിൽ ഒരു ഗ്രോത്തും കാണപ്പെടാൻ പാടില്ല. ഓക്കെ, ഗ്രോത്ത് കണ്ടാൽ അതിനർത്ഥം 100% സ്റ്റെറിലൈസേഷൻ നടന്നിട്ടില്ല എന്നാണ് മീനിങ്. ഓക്കെ, അപ്പൊ അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ആയിട്ടുള്ള ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്സ് ആയിട്ടുള്ള സ്പോർട്സ് ഓഫ് ബാസിലസ് സബ്ടൈലിസ് ഓർ ക്ലോസ്ട്രിഡിയം ടെറ്റനി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഹോട്ട് എയർ ഓവനിൽ പറയാനുള്ളത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന്. The advantage of hot air oven is that is an effective method of sterilization of heat stable articles. നല്ല ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള, ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽസിന് യൂസ് ചെയ്യാൻ പാടില്ല. ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അത് ആർട്ടിക്കിൾസ് റിമൈൻ ഡ്രൈ ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ. ദിസ് ഈസ് ദ ഓൺലി മെത്തേഡ് ഫോർ സ്റ്റെറിലൈസിങ് ഓയിൽസ് ആൻഡ് പൗഡേഴ്സ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമ്മുടെ ഓയിൽസിനെയും പൗഡേഴ്സിനെയും സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത്. കാരണം എന്താണ്? മറ്റു മെത്തേഡ്സ്, ഇപ്പൊ മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ്സ് ഒക്കെ ആണെങ്കിൽ എന്താണ്, നമ്മുടെ ഓയിലിലും പൗഡേഴ്സിലൊക്കെ അതിന്റെ ആ ഒരു സ്റ്റീമിന്റെ ആ ഒരു വേപ്പേഴ്സ് വന്നിട്ട് അത് നശിച്ചു പോവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നനഞ്ഞാൽ അത് നശിച്ചു പോകും. അപ്പോ നമുക്ക് ഈ ഡ്രൈ ഹീറ്റ് മെത്തേഡ് മാത്രമേ ഇതിനെ ഈ ഓയിൽസിനെയും പൗഡേഴ്സിനെയും സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതും ഹോട്ട് എയർ ഓവൻ വെച്ചിട്ടാണ് ഇതിനെ സ്റ്റെറിലൈസ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹോട്ട് എയർ ഹാസ് പ്യുവർ പെനിട്രേഷൻ. നമ്മുടെ സ്റ്റീമിന് അത്ര മൈക്രോ ഓർഗാനിസത്തിനെ പെനിട്രേറ്റ് ചെയ്യാനുള്ള പവർ എന്തിനില്ല? നമ്മുടെ ഈ ഹോട്ട് എയറിനില്ല. ഓക്കെ, ദെൻ കോട്ടൺ, വൂൾ ആൻഡ് പേപ്പർ മേ ഗെറ്റ് സ്ലൈറ്റ്ലി ചാർഡ്, ഗ്ലാസസ് മേ ബിക്കം സ്മോക്കി ആൻഡ് ടേക്സ് ലോങ് ടൈം കമ്പയർഡ് ടു ഓട്ടോക്ലേവ്. അതായത് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ ഇതൊക്കെ എന്താണ്, നമ്മുടെ ഗ്ലാസ് വെയേഴ്സ് ഒക്കെ നമ്മൾ നന്നായിട്ട് കോട്ടൺ വൂൾ കൊണ്ടൊക്കെ അതിനെ പ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്താണ് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അല്ലെ. അപ്പൊ അതുമൊക്കെ എന്താണ്, ഈ ഒരു സ്മോക്കി അപ്പിയറൻസ് വരും. ദെൻ ചാർഡ് ആയിട്ടുണ്ടാകും. ഓക്കെ, ആ ഒരു കരി പോലെ അതിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ നമ്മുടെ ഓട്ടോക്ലേവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഇതിന് ലോങ്ങർ ടൈം സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കൾച്ചർ മീഡിയ കനോട്ട് ബി സ്റ്റെറിലൈസ്ഡ് ബൈ ദിസ് മെത്തേഡ്. കാരണം എന്താണ്, അത്രയും ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ കൾച്ചർ മീഡിയ ഡയറക്റ്റ് ഹീറ്റിംഗ് ആണ്. അപ്പൊ ആ കൾച്ചർ മീഡിയക്ക് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്, കൾച്ചർ മീഡിയാസ് ഒന്നും നമുക്ക് ഹോട്ട് എയർ ഓവൻ വെച്ചിട്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ദെൻ അടുത്തതാണ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ എന്താണ്, 3 മെത്തേഡ്സ് ആണ്. ഇൻസ്പിസേഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ട് 3 മെത്തേഡ്സ് ആണ്. ഇൻസ്പിസേഷൻ, ടിൻഡലൈസേഷൻ, ഓട്ടോക്ലേവ്. ഇപ്പൊ നമുക്ക് ഓട്ടോക്ലേവിനെ കുറിച്ചിട്ടാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ വഴി എങ്ങനെയാണ് നശിപ്പിച്ച് കളയുന്നത്? ഡീനാച്ചുറേഷൻ ആൻഡ് കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ, ഡീനാച്ചുറേഷൻ ഓഫ് എൻസൈം, കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഓട്ടോക്ലേവ് എന്താണ്? സ്റ്റീം എബോവ് 100°C ആണ്. ഓക്കെ, ഇപ്പൊ ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് സ്റ്റീം എബോവ് 100°C ആണ്. അപ്പൊ ഓട്ടോക്ലേവ് സ്റ്റെറിലൈസേഷൻ ക്യാൻ ബി എഫക്റ്റീവ്ലി അച്ചീവ്ഡ് അറ്റ് എ ടെമ്പറേച്ചർ എബോവ് 100°C യൂസിങ് ആൻ ഓട്ടോക്ലേവ്. ഓക്കെ, അപ്പൊ വാട്ടർ ബോയിൽസ് അറ്റ് 100°C അറ്റ് അറ്റ്മോസ്ഫിയർ. അപ്പൊ നമുക്ക് എബോവ് 100°C ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ വാട്ടർ ബോയിൽസ് അറ്റ് 100°C അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ബട്ട് ഇഫ് പ്രഷർ ഈസ് റൈസ്ഡ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വാട്ടർ ബോയിൽസ് ആൾസോ. അപ്പൊ ഇവിടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രഷർ കുക്കറിന്റെ അതേ പ്രിൻസിപ്പിൾ ആണ്. ഇതിന്റെ ഫിഗറും നമ്മുടെ ഒരു പ്രഷർ കുക്കറിന്റെ അതേ ഒരു ഫിഗർ ആണ് ഈ ഓട്ടോക്ലേവിനുള്ളത്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുമ്പോഴാണ് നമ്മുടെ വാട്ടർ ബോയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രഷർ ഇൻക്രീസ് ചെയ്യുക. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എന്താണ്, നമ്മുടെ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കൂടും. അപ്പൊ ആ ഒരു ഹൈ ടെമ്പറേച്ചർ ആവും. അപ്പൊ ആ ഒരു ഹൈ ടെമ്പറേച്ചറിൽ പ്രഷർ കൂട്ടിയിട്ട് ടെമ്പറേച്ചർ കൂട്ടാം. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഹൈ ടെമ്പറേച്ചറിൽ അവിടെ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആ സ്റ്റീം യൂസ് ചെയ്തിട്ട് അവിടെ സ്റ്റെറിലൈസേഷൻ നടത്തും. ഓക്കെ, അപ്പൊ വാട്ടർ ബോയിൽസ് അറ്റ് 100°C അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. But if pressure is raised, the temperature at which the water boils also increases.
ഓക്കെ, ഇപ്പൊ പ്രഷർ റൈസ് ചെയ്യുമ്പോൾ നമ്മുടെ വാട്ടർ ബോയിൽ ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. In an autoclave, the water is boiled in a closed chamber. As the pressure rises, the boiling point of water also rises. ഒരു ക്ലോസ്ഡ് ചേംബർ ആണ്. നമ്മൾ അവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് അതിലുള്ള വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ചെയ്യും. അറ്റ് എ പ്രഷർ ഓഫ് 15 psi, ഇവിടെ യൂസ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് 15 psi പ്രഷർ ആണ്, അല്ലെങ്കിൽ 15 LBS എന്നും കാണാം കേട്ടോ. ഓക്കെ, ഇപ്പൊ 15 psi പ്രഷർ ആണ് ഇവിടെ ഓട്ടോക്ലേവിനുള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 121 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പൊ എക്സ്പോഷർ ഓഫ് പാർട്ടിക്കിൾസ് ടു ദിസ് ടെമ്പറേച്ചർ ഫോർ 15 മിനിറ്റ്സ് സ്റ്റെറിലൈസേഷൻ. നമ്മുടെ ഹോട്ട് എയർ ഓവനിൽ എന്തായിരുന്നു, നമുക്ക് 1 hour വേണ്ടിയിരുന്നു. ഓക്കെ, ഇവിടെ എന്താണ് 15 മിനിറ്റ്സ് മതി. ഓക്കെ, അപ്പൊ അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റീം ഓവർ ഡ്രൈ എയർ ഈസ് ദാറ്റ് ഇറ്റ് ഹാസ് മോർ പെനിട്രേറ്റിംഗ് പവർ. ഇതിന് എന്തുണ്ട്, നല്ല മോർ പെനിട്രേറ്റിംഗ് പവർ ഉണ്ട്. കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം ഓൺ കൂളർ സർഫസ് റിലീസസ് ലാറ്റൻ ഹീറ്റ് ആൻഡ് കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം ഡ്രോസ് ഇൻ ഫ്രഷ് സ്റ്റീം. ഓക്കെ, ഇതിന്റെ ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. എ സിമ്പിൾ ഓട്ടോക്ലേവ് ഹാസ് വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ സിലിണ്ടറിക്കൽ ബോഡി വിത്ത് എ ഹീറ്റിംഗ് എലമെന്റ്. എന്താണ്, ഒരു ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ ബോഡിയാണ്, ഒരു ഹീറ്റിംഗ് എലമെന്റ് ഉണ്ടായിരിക്കും. എ പെർഫറേറ്റഡ് ട്രേ ടു കീപ് ദ ആർട്ടിക്കിൾസ്. എ ലിഡ്, ഒരു ട്രേ ഉണ്ടായിരിക്കും, പെർഫറേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രേ ഉണ്ടായിരിക്കും ആർട്ടിക്കിൾസിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എ ലിഡ് ദാറ്റ് ക്യാൻ ബി ഫാസ്റ്റൻഡ് ബൈ സ്ക്രൂ ക്ലാംപ്സ്, ഒരു ലിഡ് ഉണ്ടായിരിക്കും. പ്രഷർ ഗേജ് ഉണ്ടായിരിക്കും. പ്രഷർ ഗേജ് എന്ന് പറയുന്നത് നമുക്ക് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ 15 psi പ്രഷർ നമുക്ക് കൊടുക്കണം. അപ്പൊ ആ ഒരു പ്രഷർ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രഷർ ഗേജ് യൂസ് ചെയ്യുന്നത്. ഇതിനൊരു സേഫ്റ്റി വാൽവ് ഉണ്ടായിരിക്കും, ഒരു ഡിസ്ചാർജ് ടാപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് അതിന്റെ പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം നമ്മുടെ ഒരു പ്രഷർ കുക്കറിന്റെ ആ ഒരു അതേ ഒരു ഇതാണ്. ഓക്കെ, അപ്പൊ ഇത് ആർട്ടിക്കിൾസ് ടു ബി സ്റ്റെറിലൈസ്ഡ് മസ്റ്റ് നോട്ട് ടൈറ്റ്ലി പാക്ഡ്. ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ആർട്ടിക്കിൾസ് ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്യാൻ പാടില്ല. ദ സ്ക്രൂ ക്യാപ്സ് ആൻഡ് കോട്ടൺ പ്ലഗ്സ് മസ്റ്റ് ബി ലൂസ്ലി ഫിറ്റഡ്. ഇവിടെ നല്ല ലൂസായിട്ട് എന്താണ് ഫിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ ലിഡും അതിന്റെ സ്ക്രൂ ക്യാപ്സ് അല്ലെങ്കിൽ കോട്ടൺ പ്ലഗ്സ് ഒക്കെ നമ്മുടെ ആർട്ടിക്കിൾസ് കവർ ചെയ്ത്, നമ്മുടെ ആർട്ടിക്കിൾസ് അടച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള കോട്ടൺ പ്ലഗ്സ് അല്ലെങ്കിൽ സ്ക്രൂ ക്യാപ്സ് ഒക്കെ എന്തായിരിക്കണം, ലൂസ് ആയിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ദ ലിഡ് ഈസ് ക്ലോസ്ഡ് ബട്ട് ദ ഡിസ്ചാർജ് ടാപ്പ് ഈസ് കെപ്റ്റ് ഓപ്പൺ ആൻഡ് ദ വാട്ടർ ഈസ് ഹീറ്റഡ്. നമ്മൾ ഈ ഓട്ടോക്ലേവിന്റെ എന്താണ് ഇത് അടച്ചു വെക്കും, ലിഡ് അടച്ചു വെക്കും. ഇതിന് അതിലൊരു ഡിസ്ചാർജ് ടാപ്പ് ഉണ്ടായിരിക്കും. ആ ഒരു ഡിസ്ചാർജ് ടാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കും. ഓക്കെ, ഇത് നമ്മൾ നന്നായിട്ട് വാട്ടർ ഹീറ്റ് ചെയ്യും. അറ്റ് ദ വാട്ടർ സ്റ്റാർട്ട് ബോയിലിംഗ് ദ സ്റ്റീം ഡ്രൈവ്സ് എയർ ഔട്ട് ഓഫ് ദ ഡിസ്ചാർജ് ടാപ്പ്. ഈ നന്നായിട്ട് വാട്ടർ ബോയിൽ ചെയ്യുമ്പോൾ എന്താണ്, ഈ all air is displaced and steam start appearing through the discharge tap. The tap is closed. നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഈ ഡിസ്ചാർജ് ടാപ്പ് ഓപ്പൺ ചെയ്ത് വെക്കും. ദെൻ നന്നായിട്ട് വാട്ടർ ബോയിൽ ചെയ്തിട്ട് ഈ സ്റ്റീം വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിസ്ചാർജ് ടാപ്പ് ക്ലോസ് ചെയ്ത് വെക്കണം. അപ്പൊ അതിനുള്ളിൽ നന്നായിട്ട് ആ സ്റ്റീം നിറയും. ഓക്കെ, ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഡിസ്ചാർജ് ടാപ്പിനെയാണ് ഈ സ്റ്റീം റിലീസ് വാൽവ് എന്ന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, then pressure inside is allowed to rise up to 15 psi. അപ്പൊ പ്രഷർ എത്ര കൊടുക്കണം, നമ്മൾ 15 psi പ്രഷർ കൊടുക്കണം. അപ്പൊ 15 psi പ്രഷർ ആവുമ്പോൾ എന്താണ് 121 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 121 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അത്രയും ടെമ്പറേച്ചറിൽ വാട്ടർ ബോയിൽ ചെയ്യും. അറ്റ് ദിസ് പ്രഷർ ദ ആർട്ടിക്കിൾസ് ആർ ഹെൽഡ് ഫോർ 15 minutes ആഫ്റ്റർ വിച്ച് ദ ഹീറ്റിംഗ് ഈസ് സ്റ്റോപ്ഡ് ആൻഡ് ദ ഓട്ടോക്ലേവ് ഈസ് അലൗഡ് കൂൾ. അങ്ങനെ ഈ 15 minutes കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമ്മൾ ഈ ഓട്ടോക്ലേവ് നമ്മളത് ഹീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യണം. ഇതിന് ഓട്ടോക്ലേവ് തണുപ്പിക്കാൻ, അത് കൂളാവാൻ വേണ്ടിയിട്ട് അലോ ചെയ്യണം. വൺസ് ദ പ്രഷർ ഗേജ് ഈസ് ഷോ ദ പ്രഷർ ഈക്വൽ ടു അറ്റ്മോസ്ഫറിക് പ്രഷർ, ദ ഡിസ്ചാർജ് ടാപ്പ് ഈസ് ഓപ്പൺ ടു ലെറ്റ് ദ എയർ ഇൻ, ദ ലിഡ് ദെൻ ഓപ്പൺ ആൻഡ് ആർട്ടിക്കിൾസ് റിമൂവ്ഡ്. അപ്പൊ നമ്മുടെ ഈ അറ്റ്മോസ്ഫറിക് പ്രഷറിന് ഈക്വൽ ആയ നമ്മുടെ പ്രഷർ ഗേജിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് കാണിച്ചാല് നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മൾ ഡിസ്ചാർജ് ടാപ്പ് അടച്ചു വെച്ചിരിക്കുകയാണ്. ആ ഡിസ്ചാർജ് ടാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യണം. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്, ഈ പുറത്തുള്ള എയർ ഒക്കെ അതിനുള്ളിൽ കയറും. ദെൻ അത് കൂളാവാൻ തുടങ്ങും. ദെൻ ലിഡ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ലിഡ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നും ആർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാം. ഓക്കെ, ദ ആർട്ടിക്കിൾ സ്റ്റെറിലൈസ്ഡ് ബൈ ഓട്ടോക്ലേവ്സ് ആർ കൾച്ചർ മീഡിയ. അപ്പൊ നമ്മുടെ കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ട് എയർ ഓവൻ ഉപയോഗിക്കാൻ പാടില്ല. ഏതാണ് യൂസ് ചെയ്യുക, ഓട്ടോക്ലേവ് ആണ് യൂസ് ചെയ്യുക. ദെൻ ഡ്രസ്സിങ്സ്, നമ്മുടെ സർജിക്കൽ ഡ്രസ്സിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് ലിനൻ, ഇതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോക്ലേവ് ആണ് യൂസ് ചെയ്യുന്നത്. ഓട്ടോക്ലേവിംഗ് ഈസ് വെരി എഫക്റ്റീവ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ
കുക്കർ ദാൻ ഹോട്ട് എയർ ഓവൺ. അപ്പൊ വെരി എഫക്റ്റീവ് ആയിട്ടുള്ള ഹോട്ട് എയർ ഓവണേക്കാൾ നല്ല ഒരു മെത്തേഡാണ്, സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന മെത്തേഡാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഇനി ഡ്രെഞ്ചിങ് ആൻഡ് വെറ്റിംഗ് ഓഫ് പാർട്ടിക്കിൾസ് trapped air may reduce the efficacy, takes long time to cool, the disadvantage of the method. Okay. അപ്പോ ഇത് ഒന്നെന്താണ്, നമുക്കിത് കൂൾ ചെയ്യാൻ, നമുക്ക് ഈ ആർട്ടിക്കിൾസ് ഒക്കെ എടുക്കാൻ എപ്പോഴാണ് നമ്മൾ ഇത് നന്നായിട്ട് കൂൾ ആവണം, എന്നാൽ മാത്രമേ നമുക്ക് ആർട്ടിക്കിൾസ് അതൊന്ന് എടുക്കാൻ പറ്റുള്ളൂ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയ ശേഷം. അപ്പൊ അങ്ങനെ കൂൾ ആവാൻ വേണ്ടിയിട്ട് എന്താണ്, ടേക്സ് ലോങ് ടൈം, അത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ എന്താണ്, ഈ ആർട്ടിക്കിൾസ് ഒക്കെ ഇത് എന്താണ്, ഇത് വെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ആർട്ടിക്കിൾസ് ഒക്കെ ഒരു ഡ്രെഞ്ചിങ് അല്ലെങ്കിൽ ഒരു വെറ്റിംഗ് ഉണ്ടായിരിക്കും, അതിനൊക്കെ ഒരു നനവ് ഉണ്ടായിരിക്കും. അപ്പൊ അത് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ ട്രാപ്ഡ് എയർ മേ റെഡ്യൂസ് ദ എഫിക്കസി, അതിനുള്ളിൽ ട്രാപ്പ് ചെയ്തിട്ടുള്ള ആ എയർ എന്താണ്, ഈ എഫിക്കസി, അതിന്റെ എഫിഷ്യൻസിയെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ. ദെൻ ബയോളജിക്കൽ മെത്തേഡ്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് സ്പോർസ് ഓഫ് ബാസിലസ് സ്റ്റിയറോ തെർമോഫിലസ് ആണ്. ഓക്കെ. അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഏതാണ് യൂസ് ചെയ്യുന്നത്, ബാസിലസ് സ്റ്റിയറോ തെർമോഫിലസ്. ഓക്കെ. ഇനി അടുത്ത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് ആണ് എന്ത്, ഡിഫറെന്റ് കെമിക്കൽസ് യൂസ്ഡ് ആസ് ഡിസിൻഫെക്റ്റന്റ് ആൻഡ് ആന്റിസെപ്റ്റിക്, ദെൻ അതിന്റെ ആപ്ലിക്കേഷൻ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസിൻഫെക്റ്റൻസും അതിനിടയിലൂടെ നമുക്ക് അതിൽ ആന്റിസെപ്റ്റിക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിൽ ഫസ്റ്റ് വൺ ആണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ആൽക്കഹോളില് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈഥൈൽ ആൽക്കഹോൾ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, മീഥൈൽ ആൽക്കഹോൾ. അപ്പൊ ഇവയൊക്കെയാണ് നമ്മൾ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ 70% ഈഥൈൽ ആൽക്കഹോൾ അഥവാ സ്പിരിറ്റ് ഈസ് യൂസ്ഡ് ആസ് ആന്റിസെപ്റ്റിക് ഓൺ സ്കിൻ. അപ്പൊ ഈ ഒരു ഈഥൈൽ ആൽക്കഹോളിന്റെ പെർസെന്റേജ് നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം. ഒരുപാട് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, എത്ര പെർസെന്റേജ് ആൽക്കഹോൾ ആണ് നമ്മൾ ആന്റിസെപ്റ്റിക് ആയിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത്, എത്ര പെർസെന്റേജ് ആണ്, 70% ആണ്. ഓക്കെ. അപ്പൊ 70% ഈഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ സ്പിരിറ്റ് ഈസ് യൂസ്ഡ് ആസ് antiseptic on skin. Then alcohols are among the most widely used disinfectant and antiseptic. They are bactericidal and fungicidal but not sporicidal. അതായത് ബാക്ടീരിയാസിനെയും ഫംഗൈനെയും ഇത് കിൽ ചെയ്യും, പക്ഷേ അതിന്റെ വെജിറ്റേറ്റീവ് ഫോംസിൽ മാത്രമേ അത് നശിപ്പിച്ച് കളയുകയുള്ളൂ. നോട്ട് സ്പോറിസിഡൽ, അതായത് സ്പോർട്സിനെ നശിപ്പിക്കാനുള്ള കഴിവ് വെക്കില്ല. ഓക്കെ. സം ലിപ്പിഡ് കണ്ടെയ്നിങ് വൈറസസ് ആർ ആൾസോ ഡിസ്ട്രോയിഡ്. അതായത് ചില വൈറസസിൽ ലിപ്പിഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള വൈറസസിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ദ ടു മോസ്റ്റ് പോപ്പുലർ ആൽക്കഹോൾ ജെർമിസൈഡ്സ് ആർ എത്തനോൾ ആൻഡ് ഐസോപ്രോപ്പനോൾ. അതായത് ജെർമിസൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എത്തനോളും ഐസോപ്രോപ്പനോളും. യൂഷ്വലി യൂസ്ഡ് ഇൻ അബൌട്ട് 70 to 80% കോൺസെൻട്രേഷൻ. അപ്പോൾ ജെർമിസൈഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 70 to 80% കോൺസെൻട്രേഷനിലാണ്. ദ ആക്ട് ബൈ ഡീനാച്ചുറിങ് പ്രോട്ടീൻസ് ആൻഡ് പോസിബിളി ബൈ ഡിസോൾവിംഗ് മെംബ്രെയിൻ ലിപ്പിഡ്സ്. ഓക്കെ. അപ്പൊ പ്രോട്ടീൻസിനെ ഡീനാച്ചുർ ചെയ്യും, ദെൻ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രോട്ടീൻസിനെ ഡീനാച്ചുർ ചെയ്യും, അതിന്റെ മെംബ്രെയിൻ ലിപ്പിഡ്സിനെ ഡിസോൾവ് ചെയ്യിക്കും. അങ്ങനെയാണ് അവ നശിപ്പിച്ച് കളയുന്നത്. ദെൻ 10 to 15 minutes soaking is sufficient to disinfect thermometers and small instruments. നമ്മൾ സാധാരണ നമ്മുടെ ഈ തെർമോമീറ്റേഴ്സ് അല്ലെങ്കിൽ സ്മാൾ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലെ ഒരു 10 to 15 minutes ഇതിൽ നമ്മൾ അത് സോക്ക് ചെയ്ത് വെക്കും. ഓക്കെ. അടുത്തതാണ് ഫീനോളിക്സ്. ഓക്കെ. അപ്പൊ ഫീനോൾ വാസ് ദ ഫസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആന്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റന്റ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്ത ഡിസിൻഫെക്റ്റന്റ് ആയിട്ടും ആന്റിസെപ്റ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത കോമ്പൗണ്ട് ഏതാണ്, ഫീനോളിക്സ് ആണ്. ഓക്കെ. ഫീനോൾ ആണ്. ഓക്കെ. അപ്പൊ ഇത് കണ്ടെത്തിയത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ സർജറിയിൽ യൂസ് ചെയ്തത് ജോസഫ് ലിസ്റ്റർ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോ 1867 ജോസഫ് ലിസ്റ്റർ എംപ്ലോയിഡ് ഇറ്റ് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ഡ്യൂറിങ് സർജറി. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്ത ആന്റിസെപ്റ്റിക്കും ഡിസിൻഫെക്റ്റന്റും ആയിട്ട് യൂസ് ചെയ്തത് ഏതാണ്, ഫീനോൾ ആണ്. ജോസഫ് ലിസ്റ്റർ ആണ് യൂസ് ചെയ്തത് നമ്മുടെ സർജറിയിൽ ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്തു. ഓക്കെ. ടുഡേ ഫീനോൾ ആൻഡ് ഫിനോളിക്, ഫിനോളിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫീനോൾ ഡെറിവേറ്റീവ്സിനെയാണ് നമ്മൾ ഫിനോളിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ഫീനോളും ഫിനോളിക്സും ഏതൊക്കെയാണ്, ഇപ്പൊ ക്രസോൾ, സൈലനോൾസ്, ഓർത്തോഫീനൈൽ ഫീനോൾ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റന്റ് ആണ്. ലബോറട്ടറീസിലും ഹോസ്പിറ്റൽസിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റൻസ് ആണ്. ദ കൊമേഴ്ഷ്യൽ ഡിസിൻഫെക്റ്റന്റ് ലൈസോൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലൈസോള്. അപ്പൊ ഈ ലൈസോൾ എന്ന് പറയുന്നത് എന്താണ്, മിക്സ്ചർ ഓഫ് ഫിനോളിക്സ് ആണ്. ഓക്കെ. Then phenolics act by denaturing protein and disrupting cell membrane. They have some real advantages disinfectant. Phenolics are tuberculosidal. Okay. അപ്പൊ ട്യൂബർകുലോസിസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തെ കിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. എഫക്റ്റീവ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ്, അതായത് ഓർഗാനിക് മെറ്റീരിയൽസിന്റെ പ്രസൻസിലും എന്താണ് നമുക്കിവിടെ എഫക്റ്റീവ് ആയിട്ട്
ഡിസിൻഫെക്ഷൻ പ്രോപ്പർട്ടി കാണിക്കും. ആൻഡ് റിമൈൻ ആക്റ്റീവ് ഓൺ സർഫസ് ലോങ് ആഫ്റ്റർ ആപ്ലിക്കേഷൻ. നമ്മൾ ഇത് അപ്ലൈ ചെയ്ത ശേഷവും ആ ഒരു അതിന്റെ സർഫസിൽ കൂടുതൽ സമയം അത് റിമൈൻ ചെയ്യും, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഓക്കെ, ദേ ഹാവ് എ ഡിസഗ്രിയബിൾ ഓർഡർ ആൻഡ് ക്യാൻ കോസ് സ്കിൻ ഇറിറ്റേഷൻ. അപ്പൊ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിസഗ്രിയബിൾ ഓർഡർ ഉണ്ട്, ഇതിന് എന്താണ് നമുക്ക് സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്തതാണ് ഹെക്സാക്ലോറോഫീൻ. ഓക്കെ, ഹെക്സാക്ലോറോഫീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ആന്റിസെപ്റ്റിക് ആണ് ഹെക്സാക്ലോറോഫീൻ എന്ന് പറയുന്നത്. ബിക്കോസ് വൺസ് അപ്ലൈഡ് ഇറ്റ് പെർസിസ്റ്റ് ഓൺ സ്കിൻ ആൻഡ് റെഡ്യൂസ് സ്കിൻ ബാക്ടീരിയ ഫോർ ലോങ് പീരിയഡ്. അപ്പൊ ഹെക്സാക്ലോറോഫീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ടൈമിൽ നമുക്ക് എന്താണ് ബാക്ടീരിയൽ ഒരു ഇൻഫെക്ഷനെ പെർസിസ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഹവർ ഇറ്റ് ക്യാൻ കേസ് ബ്രെയിൻ ഡാമേജ് ആൻഡ് ഈസ് നോ യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ നഴ്സറീസ് ഓൺലി ഇൻ റെസ്പോൺസ് ടു എ സ്റ്റെഫൈലോകോക്കൽ ഔട്ട്ബ്രേക്ക്. അപ്പൊ ഇതെന്താണ്? നമുക്ക് ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽസിൽ മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. ദെൻ റെസ്പോൺസ് ടു എ സ്റ്റെഫൈലോകോക്കൽ ഔട്ട്ബ്രേക്ക്. അപ്പൊ സ്റ്റെഫൈലോകോക്കൽ ഔട്ട്ബ്രേക്കിന് വേണ്ടിയിട്ട് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ ആൽക്കഹോൾസ്. ആൽക്കഹോൾസ് എന്താണ്? ആൽക്കഹോൾസ് ആർ എമംഗ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡിസിൻഫെക്റ്റന്റ്. അപ്പൊ ആൽക്കഹോൾസിനെ കുറിച്ചിട്ട് ഓക്കെ, ആൽക്കഹോളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ, ഫസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോ അടുത്തതാണ് ഹാലജൻസ് എന്ന് പറയുന്നത്. ഹാലജൻസ് എന്താണ്? ഹാലജൻസിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? അയഡിനും ക്ലോറിനുമാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആന്റി മൈക്രോബിയൽ ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അയഡിനും ക്ലോറിനുമാണ്. ഓക്കെ, അപ്പൊ അയഡിൻ ആണ് നമ്മൾ. അയഡിൻ ഈസ് യൂസ്ഡ് ആസ് എ സ്കിൻ ആന്റിസെപ്റ്റിക് ആൻഡ് കിൽസ് ബൈ ഓക്സിഡൈസിങ് സെൽ കോൺസ്റ്റിറ്റ്യൂൻസ് ആൻഡ് അയഡിനേറ്റിംഗ് സെൽ പ്രോട്ടീൻ. അപ്പോ നമ്മുടെ സെൽ കോൺസ്റ്റിറ്റ്യുവൻസിനെ, അതായത് മൈക്രോ ഓർഗാനിസത്തിന്റെ സെൽ കോൺസ്റ്റിറ്റ്യുവൻസിനെ ഓക്സിഡൈസ് ചെയ്യും, അങ്ങനെയാണ് അവ നശിപ്പിച്ച് കളയുന്നത്. ഇതിന് അയഡിനേറ്റിംഗ് സെൽ പ്രോട്ടീൻസിനെ പോയിട്ട് അത് അയഡിനേറ്റ് ചെയ്യും. ഓക്കെ, അറ്റ് ഹയർ കോൺസെൻട്രേഷൻ ഇറ്റ് മേ ഈവൻ കിൽ സം സ്പോർട്സ്. അപ്പൊ ഹയർ കോൺസെൻട്രേഷനിൽ അയഡിൻ എന്തിനുള്ള കഴിവുണ്ട്? സ്പോർട്സിനെ കിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, ദെൻ അയഡിൻ ഓഫ്റ്റൻ ഹാസ് ബീൻ അപ്ലൈഡ് അറ്റ് ടിങ്ചർ ഓഫ് അയഡിൻ. ഓക്കെ, അപ്പോൾ മറ്റ് ഇതിന്റെ കൂടെ നമ്മൾ ഈ അയഡിൻ യൂസ് ചെയ്യും, അതിന് ടിങ്ചർ ഓഫ് അയഡിൻ എന്ന് പറയും. അതായത് ഇപ്പൊ 2% അയഡിൻ 70% ആൽക്കഹോൾ. അപ്പൊ ആ ടിങ്ചർ അയഡിന്റെ കോമ്പോസിഷൻ ഒന്ന് ഓർത്ത് വെക്കണം. 2% അയഡിന്റെ പെർസെന്റേജ് എത്രയാണ്? 2% അയഡിൻ 70% ആൽക്കഹോൾ. ഓക്കെ, ഇതെന്താണ്? എഫക്റ്റീവ് ആന്റിസെപ്റ്റിക് ആണ് ഈ ടിങ്ചർ ഓഫ് അയഡിൻ എന്ന് പറയുന്നത്. സ്കിൻ മേ ബി ഡാമേജ്ഡ്, സ്റ്റെയിൻ ലെഫ്റ്റ് ആൻഡ് അയഡിൻ അലർജീസ് ക്യാൻ റിസൾട്ട്. അപ്പൊ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഇത് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ ഒരു സ്റ്റെയിൻസ് നമ്മുടെ സ്കിന്നിൽ ലെഫ്റ്റ് ചെയ്യും. ദെൻ അയഡിൻ അലർജീസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ റീസെന്റ്ലി, അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അയഡിൻ ഹാസ് ബീൻ കോംപ്ലക്സ്ഡ് വിത്ത് ഓർഗാനിക് കാരിയർ ടു ഫോം ആൻ iodo-4. അപ്പൊ എന്താണ് ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പൊ ഈ ഒരു ഡിസഡ്വാൻറ്റേജിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അയഡിനെ ഓർഗാനിക് കാരിയേഴ്സിന്റെ കൂടെ കോംപ്ലക്സ് ചെയ്ത് വെക്കും. ഓക്കെ, അങ്ങനെയാണ് പിന്നെ നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ iodo-4 എന്ന് പറയുന്നത്. അപ്പൊ ഈ അയഡിൻ പ്ലസ് ഓർഗാനിക് കാരിയർ, അയഡിനും ഓർഗാനിക് കാരിയറും കൂടി ചേർന്ന് ആ ഒരു കോംപ്ലക്സിനെയാണ് നമ്മൾ iodo-4 എന്ന് പറയുന്നത്. iodo-4 എന്താണ്? വാട്ടർ സോല്യൂബിൾ ആണ്, സ്റ്റേബിൾ ആണ്, നോൺ സ്റ്റെയിനിങ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു മറ്റേത് എന്തായിരുന്നു? നമ്മുടെ ടിങ്ചർ ഓഫ് അയഡിനൊക്കെ നമ്മുടെ ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അതിൽ സ്റ്റെയിൻസ് ലെഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അലർജീസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർഗാനിക് കാരിയറിന്റെ കൂടെ കോംപ്ലക്സ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ അയഡിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നോൺ സ്റ്റെയിനിങ് ആണ്, സ്റ്റേബിൾ ആണ്, വാട്ടർ സോല്യൂബിൾ ആണ്. ഓക്കെ, ആൻഡ് റിലീസ് അയഡിൻ സ്ലോലി ടു മിനിമൈസ് ദ സ്കിൻ ബേൺസ് ആൻഡ് ഇറിറ്റേഷൻ. അപ്പൊ ആ ഒരു സ്കിൻ ബേൺസും ഇറിറ്റേഷനും ഒക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അയഡിൻ അതിൽ നിന്നും സ്ലോ ആയിട്ട് റിലീസ് ചെയ്യും. ദേ ആർ യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ് ഫോർ പ്രിപ്പറേറ്റീവ് സ്കിൻ ഡീജേർമിംഗ് ആൻഡ് ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് ലബോറട്ടറീസ് ഫോർ ഡിസിൻഫെക്ഷൻ. അപ്പൊ നമ്മുടെ ഈ ഹോസ്പിറ്റൽസിലും പിന്നെ നമ്മുടെ ലബോറട്ടറീസിലൊക്കെ ഡിസിൻഫെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രിപ്പറേറ്റീവ് സ്കിൻ ഡീജേർമിംഗ്. ഓക്കെ, പ്രീ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ് ഫോർ പ്രീ ഓപ്പറേറ്റീവ് സ്കിൻ ഡീജേർമിംഗ്. ഓക്കെ, അപ്പൊ സ്കിൻ ഡീജേർമിങ്ങിന്റെ ഒരു
പ്രീ ഓപ്പറേറ്റീവ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സം പോപ്പുലർ ബ്രാൻഡ്സ് ആർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ വാസ്കോ ഡൈൻ ഫോർ സ്കിൻ ആൻഡ് ലബോറട്ടറി ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് ബെറ്റാഡിൻ. ഓക്കെ, ബെറ്റാഡിൻ ഫോർ ബെറ്റാഡിൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടേം ആണ്. അപ്പൊ അതിലൊക്കെ എന്താണ് കോമ്പൗണ്ട്? ഈ വാസ്കോ ഡൈൻ, ബെറ്റാഡിൻ, ഇതിലൊക്കെ ഏതാണ്? അയഡിൻ ആണ് അവിടെ ഡിസ്ഇൻഫെക്ഷൻ പ്രോപ്പർട്ടി കാണിക്കുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അത് ഓർത്തു വെക്കുക. അടുത്തതാണ് ക്ലോറിൻ. ക്ലോറിൻ എന്താണ്? യൂഷ്വൽ ഡിസ്ഇൻഫെക്ടന്റ് ഫോർ മുനിസിപ്പൽ വാട്ടർ സപ്ലൈസ് ആൻഡ് സ്വിമ്മിംഗ് പൂൾസ് ആൻഡ് ഇസ് ഓൾസോ എംപ്ലോയ്ഡ് ഇൻ ദ ഡയറി ആൻഡ് ഫുഡ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡയറി ഇൻഡസ്ട്രീസിലും ഫുഡ് ഇൻഡസ്ട്രീസിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിസ്ഇൻഫെക്ടന്റ് ആണ് നമ്മുടെ മുനിസിപ്പൽ അത് വാട്ടർ ഡിസ്ഇൻഫെക്ഷന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ക്ലോറിൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് മേ ബി അപ്ലൈഡ് ആസ് ക്ലോറിൻ ഗ്യാസ്, നമ്മൾ ക്ലോറിൻ ഗ്യാസ് ആയിട്ടും സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്, ഓക്കെ, അതാണ് നമ്മുടെ ബ്ലീച്ച് എന്ന് പറയുന്നത്, കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. അപ്പൊ ഇതിനെ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അപ്പൊ വിച്ച് ഈൽഡ് ഹൈപ്പോക്ലോറസ് ആസിഡ് ആൻഡ് ദെൻ അറ്റോമിക് ഓക്സിജൻ. അപ്പൊ ഇവ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹൈപ്പോക്ലോറസ് ആസിഡും അറ്റോമിക് ഓക്സിജനും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇവയാണ് അവിടെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസ് കാണിച്ച് അവിടെ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുന്നത്. ദ റിസൾട്ട് ഈസ് ഓക്സിഡേഷൻ ഓഫ് സെല്ലുലാർ മെറ്റീരിയൽസ് ആൻഡ് ഡിസ്ട്രപ്ഷൻ ഓഫ് വെജിറ്റേറ്റീവ് ബാക്ടീരിയ, ഫംഗി ആൻഡ് ആൾദോ നോട്ട് സ്പോർസ്. അപ്പൊ വെജിറ്റേറ്റീവ് ഫോംസിലെ ബാക്ടീരിയാസിനെയും ഫംഗൈനെയൊക്കെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിയും. നോട്ട് സ്പോർസ് നശിപ്പിച്ച് കളയാൻ പറ്റില്ല. ഇവിടെ പൊട്ടൻഷ്യൽ പ്രോബ്ലം, അതായത് ഇങ്ങനെ ഈ ക്ലോറിൻ നമ്മൾ ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ട്രൈഹാലോ മീഥെയിൻ ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ട്രൈഹാലോ മീഥെയിൻ ഏത് യൂസ് ചെയ്യുമ്പോഴാണ് ഫോം ചെയ്യുന്നത്? ക്ലോറിൻ യൂസ് ചെയ്യുമ്പോഴാണ് ഫോം ചെയ്യുന്നത്. ഈ ട്രൈഹാലോ മീഥെയിൻ എന്താണ്? കാർസിനോജനിക് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ക്ലോറിൻ ഉണ്ട്. അടുത്തതാണ് ഹെവി മെറ്റൽസ്. ഓക്കെ, അപ്പൊ ഈ ഹെവി മെറ്റൽസ് നമ്മൾ ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യും. ഫോർ മെനി ഇയേഴ്സ് ദ അയോൺസ് ഓഫ് ഹെവി മെറ്റൽസ് സച്ച് ആസ് മെർക്കുറി, സിൽവർ, ആഴ്സനിക്, സിങ്ക്, കോപ്പർ. അപ്പൊ ഏതൊക്കെ മെറ്റൽസ് ആണ് നമ്മൾ ഹെവി മെറ്റൽസ് ആണ് നമ്മൾ ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെക്കണം. മെർക്കുറി, സിൽവർ, ആഴ്സനിക്, കോപ്പർ. ഓക്കെ, ചില ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യും? 1% ഓഫ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ is added to the eyes of infants to prevent ophthalmic gonorrhea. Okay, അപ്പൊ ophthalmic gonorrhea പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? 1% സൊല്യൂഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ്. സിൽവർ നൈട്രേറ്റ് ആണ് ophthalmic gonorrhea പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിൽവർ സൾഫാർ ഡയാസിൻ ഈസ് യൂസ്ഡ് ഓൺ ബേൺസ്. ദെൻ സിൽവർ സൾഫാർ, അപ്പൊ ഇതൊക്കെ ആന്റിസെപ്റ്റിക് ആണ്. ഓക്കെ, അപ്പൊ ഈ സിൽവർ നൈട്രേറ്റ് 1% സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആന്റിസെപ്റ്റിക് ആണ്. ദെൻ സിൽവർ സൾഫാർ ഡൈയാസിൻ നമ്മൾ ബേൺസിൽ യൂസ് ചെയ്യും. ദെൻ കോപ്പർ സൾഫേറ്റ് ഈസ് ആൻ എഫക്റ്റീവ് ആൽജിസൈഡ് ഇൻ ലൈക്ക്. അപ്പൊ ആൽജിസൈഡ്സിന് കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ആൽഗൈനെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏത്? കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്വിമ്മിംഗ് പൂൾസ്, ലേക്സിലൊക്കെ ആൽജിസൈഡ് ആയിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നുണ്ട്? കോപ്പർ സൾഫേറ്റ്. അപ്പൊ ഇതൊക്കെ ഹെവി മെറ്റൽസിലാണ് വരുന്നത്. ഹെവി മെറ്റൽസ് കമ്പൈൻ വിത്ത് പ്രോട്ടീൻസ് ഓഫ്റ്റൻ വിത്ത് ദെയർ സൾഫൈഡ്രൈൽ ഗ്രൂപ്പ് ആൻഡ് ഇനാക്ടിവേറ്റിംഗ് ദം. They may also precipitate cell proteins. അപ്പൊ എങ്ങനെയാണ് ഇവ മൈക്രോ ഓർഗാനിസം നശിപ്പിച്ച് കളയുന്നത്? നമ്മുടെ പ്രോട്ടീൻസ്, മൈക്രോ ഓർഗാനിസിൽ പ്രസന്റ് ആയിട്ടുള്ള പ്രോട്ടീൻസുമായിട്ടും സൾഫ് ഹൈഡ്രൈൽ ഗ്രൂപ്പുമായിട്ടും ഒക്കെ ഇവ കമ്പൈൻ ചെയ്യും. ദെൻ എന്താണ്? അവയെ ഇനാക്ടിവേറ്റ് ചെയ്യും. ദെൻ നമ്മുടെ പ്രോട്ടീൻസിനെ, മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രോട്ടീൻസിനെ ഇവ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഓക്കെ, അടുത്തതാണ് ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഈ ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട് എന്ന് പറഞ്ഞ ഡിറ്റർജന്റ് ആണ്. ഓക്കെ, അപ്പൊ ദാറ്റ് ഹാവ് ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ആൻഡ് ആർ എഫക്റ്റീവ് ഡിസ്ഇൻഫെക്റ്റന്റ്. ഓക്കെ, ഇതിനടുത്ത് ഡിറ്റർജന്റ്. അപ്പൊ ഡിറ്റർജന്റ് ഇതാണ് ദ ഹൈഡ്രോഫിലിക് പോർഷൻ ഓഫ് ദ ഇതൊരു ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്സ് ഏതിലാണ് വരുന്നത്? ഡിറ്റർജന്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് എന്തുണ്ടായിരിക്കും? ഹൈഡ്രോഫിലിക് പാർട്സ് ഉണ്ടായിരിക്കും. ഡിറ്റർജന്റ് ആയതുകൊണ്ട് തന്നെ ഹൈഡ്രോഫിലിക് പാർട്ട് ഉണ്ടായിരിക്കും, ഹൈഡ്രോഫോബിക് പാർട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഹൈഡ്രോഫിലിക് പോർഷൻ ഓഫ് എ ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട് ഈസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് ക്വാട്ടർണറി നൈട്രജൻ ആണ്. അപ്പൊ ഈ നമ്മുടെ ഈ NH4+ ആണ് ഈ ക്വാട്ടർണറി അമോണിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലെ ഹൈഡ്രോഫിലിക് പോർഷൻ ഏതാണ്? ഒരു പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള നൈട്രജൻ ആണ്. ഓക്കെ, അപ്പൊ ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട് ആർ കാറ്റയോണിക് ഡിറ്റർജന്റ്. അപ്പൊ ഏതിലാണ് വരുന്നത്? കാറ്റയോണിക് ഡിറ്റർജന്റിലാണ് ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്സ് വരുന്നത്. Their antimicrobial activity is the result of their ability to disrupt microbial membrane. They may also denature proteins. ഓക്കെ, അപ്പൊ കാറ്റയോണിക് ഡിറ്റർജന്റ് ലൈക്ക് ബെൻസാൽകോണിയം ക്ലോറൈഡ്, സീറ്റൽ പെരിഡിനിയം ക്ലോറൈഡ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ് ഡിറ്റർജന്റ് ആയിട്ട്, കാറ്റയോണിക് ഡിറ്റർജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാറ്റയോണിക് ഡിറ്റർജന്റ്സ് ആണ് ഏതൊക്കെ?
നമ്മുടെ ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്സ്, ബെൻസാൽകോണിയം ക്ലോറൈഡ്, സീറ്റൽ പിരിഡിനിയം ക്ലോറൈഡ്. ഓക്കെ, എന്താണ് ഇവ നോൺ ടോക്സിക് ആണ്, സ്റ്റേബിൾ ആണ്. പക്ഷെ ഇവ എന്താണ് നമ്മുടെ ഹാർഡ് വാട്ടർ അല്ലെങ്കിൽ സോപ്പിന്റെ പ്രസൻസിൽ ഇവ ഇനാക്ടിവേറ്റഡ് ആയി പോകും. Cationic detergents are often used as disinfectant for food utensil and small instruments like instruments and skin antiseptic. Okay. Then several brands are on the market. Zephyran contain benzalkonium chloride, Cyprin contain എന്താണ് സീറ്റൽ പിരിഡിനിയം ക്ലോറൈഡ്. അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താണ് നമ്മുടെ ഡിറ്റർജൻസ് ആണ്, അതായത് കാറ്റയോണിക് ഡിറ്റർജൻസ് ആണ്. അപ്പൊ അതിൽ സെഫിറാനിൽ ഏതാണ് കണ്ടെയ്ൻ ആയിട്ടുള്ളത്? ബെൻസാൽകോണിയം ക്ലോറൈഡും, സീപ്രൈനിൽ ഏതാണ്? സീറ്റൽ പിരിഡിനിയം ക്ലോറൈഡും ആണ്. ഓക്കെ, അടുത്തതാണ് ഡൈസ്. ഡൈസിന് എക്സാമ്പിൾ, ഡൈസും ഒരു ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതിന് എക്സാമ്പിൾ ആണ് അനിലിൻ ഡൈസ്. ഓക്കെ, അപ്പൊ അനിലിൻ ഡൈസ് വരുന്നതാണ് ക്രിസ്റ്റൽ വയലറ്റ്, മാലക്കൈഡ് ഗ്രീൻ, ബ്രില്യൻ ഗ്രീൻ ഒക്കെ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഡിസിൻഫെക്റ്റന്റ് ആണ്. ഇതിനടുത്തതാണ് ആൽഡിഹൈഡ്. അപ്പോ ബോത്ത് കോമൺലി യൂസ്ഡ് ആൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡും ഗ്ലൂട്ടറാൽഡിഹൈഡും നമ്മൾ എന്താണ് ഹൈലി റിയാക്റ്റീവ് മോളിക്യൂൾ ദാറ്റ് കമ്പൈൻ വിത്ത് ന്യൂക്ലിക് ആസിഡ് ആൻഡ് പ്രോട്ടീൻ ഇനാക്ടിവേറ്റിംഗ് ദം. അപ്പൊ ഈ ഫോർമാൽഡിഹൈഡും ഗ്ലൂട്ടറാൽഡിഹൈഡും ആണ് ഈ ആൽഡിഹൈഡ്സിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന ഡിസിൻഫെക്റ്റന്റ് എന്ന് പറയുന്നത്. ഇവ എന്താ ചെയ്യുക? നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിന് ന്യൂക്ലിക് ആസിഡും പ്രോട്ടീൻസിനെയും ഇനാക്ടിവേറ്റ് ചെയ്യും ബൈ ക്രോസ് ലിങ്കിങ് ആൻഡ് ആൽക്കൈലേറ്റിംഗ് മോളിക്യൂൾസ്. ഇവ മോളിക്യൂൾസിനെ ആൽക്കൈലേറ്റ് ചെയ്യും. ഓക്കെ, ദേ ആർ സ്പോറിസിഡൽ ആൻഡ് ക്യാൻ യൂസ്ഡ് ആസ് കെമിക്കൽ സ്റ്റെറിലന്റ്. നമുക്കിത് സ്പോർട്സിനെയും കിൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു കെമിക്കൽ സ്റ്റെറിലന്റ് ആയിട്ട് ഇതിനെ സ്റ്റെറിലൈനിൽ എന്താണ് സ്പോർട്സിനെയും കിൽ ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ അവിടെ സ്റ്റെറിലൈസേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഒരു കെമിക്കൽ സ്റ്റെറിലന്റ് ആയിട്ട് നമുക്ക് ഈ ആൽഡിഹൈഡിനെ യൂസ് ചെയ്യാൻ പറ്റും. ഫോർമാൽഡിഹൈഡ് ഈസ് യൂഷ്വലി ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഓർ ആൽക്കഹോൾ ബിഫോർ യൂസ്. അപ്പൊ ഈ ഫോർമാൽഡിഹൈഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ വാട്ടർ അല്ലെങ്കിൽ ആൽക്കഹോൾ അതിനെ ഡിസോൾവ് ചെയ്യിക്കും. A 2% buffered solution of glutaraldehyde is an effective disinfectant. അപ്പൊ 2% buffered solution of glutaraldehyde എന്താണ്? ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ലെസ് ഇറിറ്റേറ്റിംഗ് ആൻഡ് ലെസ് ഇറിറ്റേറ്റിംഗ് ദാൻ ഫോർമാൽഡിഹൈഡ്. അപ്പൊ ഗ്ലൂട്ടറാൽഡിഹൈഡിന്റെ പ്രത്യേകത എന്താണ്? ഫോർമാൽഡിഹൈഡിനേക്കാൾ ലെസ് ഇറിറ്റന്റ് ആണ്. ആൻഡ് ഈസ് യൂസ്ഡ് ടു ഡിസിൻഫെക്റ്റന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ലബോറട്ടറി എക്യുപ്മെന്റ്സ്. അപ്പൊ ഹോസ്പിറ്റലിലെയും ലബോറട്ടറീസിലെയും എക്യുപ്മെന്റ്സിനെ ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Glutaraldehyde usually disinfectant objective within about 10 minutes but may require as long as 12 hours to destroy all spores. Okay, അപ്പൊ നമുക്ക് 12 hours വേണം എന്തിനു വേണ്ടിയിട്ട്? സ്പോർട്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ്സിൽ എന്താണ് ഡിസിൻഫെക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 40% ഫോർമാൽഡിഹൈഡ് അഥവാ ഫോർമാലിൻ ഈസ് യൂസ്ഡ് ഫോർ സർഫസ് ഡിസിൻഫെക്ഷൻ ആൻഡ് ഫ്യൂമിഗേഷൻ ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ബയോളജിക്കൽ സേഫ്റ്റി ക്യാബിനറ്റ്സ്, വാർഡ്സ്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ഓപ്പറേഷൻ തിയേറ്റേഴ്സും ബയോളജിക്കൽ സേഫ്റ്റി ക്യാബിനറ്റ്സ് ഇതൊക്കെ ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് 40% ഫോർമാൽഡിഹൈഡ് ആണ്, അല്ലെങ്കിൽ ഫോർമാലിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്യൂമിഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് എത്രയാണ്? 40% ഫോർമാൽഡിഹൈഡ് ആണ്. അത് ഓർത്ത് വെക്കുക. അടുത്തതാണ് സ്റ്റെറിലൈസിങ് ഗ്യാസസ്. നമ്മൾ ചില ഗ്യാസസ് നമ്മൾ സ്റ്റെറിലൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യും. അത് എന്താണ്? എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ്. ഓക്കെ, എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക്, പെട്രി ഡിഷസ്, സിറിഞ്ചസ്, ഓക്കെ, ഹീറ്റ് ലാങ് മെഷീൻ കമ്പോണൻസ്, അപ്പൊ സ്യൂച്ചേഴ്സ്, കാത്തീറ്റേഴ്സ്. അപ്പൊ ഇതിനൊക്കെ എന്താണ്? സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ് യൂസ് ചെയ്യുന്നത്. ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ് യൂസ് ചെയ്യുന്നത്. എത്തിലീൻ ഓക്സൈഡ് ഗ്യാസ് ഈസ് ബോത്ത് മൈക്രോബിസിഡൽ ആൻഡ് സ്പോറിസിഡൽ ആൻഡ് കിൽസ് ബൈ കമ്പൈനിങ് വിത്ത് സെൽ പ്രോട്ടീൻ. ഇവ എന്താണ്? നമുക്ക് സ്പോറിസിഡൽ ആണ്. ഓക്കെ, അപ്പൊ സ്റ്റെറിലൈൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ സെൽ പ്രോട്ടീൻസുമായിട്ട് കമ്പൈൻ ചെയ്യും. ഇറ്റ് ഈസ് എ പർട്ടിക്കുലർലി എഫക്റ്റീവ് സ്റ്റെറിലൈസിങ് ഏജന്റ് ബിക്കോസ് ഇറ്റ് ഈസ് റാപ്പിഡ്ലി പെനിട്രേറ്റ് പാക്കിംഗ് മെറ്റീരിയൽ, ഈവൻ പ്ലാസ്റ്റിക് റാപ്സ്. ഇപ്പൊ നമ്മുടെ പാക്കിംഗ് മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക് റാപ്സ്, ഇവയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് ഹൈലി റാപ്പിഡ് പെനിട്രേറ്റിംഗ് പവർ ഉണ്ട്. അടുത്തതാണ് ബീറ്റ പ്രൊപ്പയോലാക്ടോൺ. ഈ ബീറ്റ പ്രൊപ്പയോലാക്ടോൺ ഒക്കേഷണലി എംപ്ലോയ്ഡ് സ്റ്റെറിലൈസിങ് ഗ്യാസ് ഇൻ ദ ലിക്വിഡ് ഫോം. ബീറ്റ പ്രൊപ്പയോലാക്ടോൺ ലിക്വിഡ് ഒരു സ്റ്റെറിലൈസിങ് ഗ്യാസ് ആണ്. ഓക്കെ, അപ്പോ എന്താണ്? ഇത് ലിക്വിഡ് ഫോമിലാണ് കാണപ്പെടുക. പക്ഷെ ഇത് സ്റ്റെറിലൈസിങ് അതിന്റെ
നമ്മൾ ഇതിന്റെ ഗ്യാസ് ഫോം ആണ്. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ടു സ്റ്റെറിലൈസ് വാക്സിൻസ് ആൻഡ് സെറ. ദെൻ ബീറ്റാ പ്രൊപ്പയോലാക്ടോൺ ഡികമ്പോസസ് ടു ആൻ ഇനാക്റ്റീവ് ഫോം ആഫ്റ്റർ സെവറൽ ഹവേഴ്സ് ആൻഡ് ഈസ് ദെർഫോർ നോട്ട് ആസ് ഡിഫിക്കൽട്ട് ടു എലിമിനേറ്റ് ആസ് എത്തിലീൻ ഓക്സൈഡ്. അപ്പൊ ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവ ഒരു ഇനാക്റ്റീവ്, നമ്മൾ സ്റ്റെറിലൈസേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം ഇവ ഒരു ഇനാക്റ്റീവ് ഫോമിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ ഇവയെ എലിമിനേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇറ്റ് ആൾസോ ഡിസ്ട്രോയ് മൈക്രോ ഓർഗാനിസം മോർ റെഡിലി ദാൻ എത്തിലീൻ ഓക്സൈഡ് ബട്ട് ഡസ് നോട്ട് പെനിട്രേറ്റ് മെറ്റീരിയൽ വെൽ ആൻഡ് മേ ബി കാർസിനോജനിക്. ഇവയ്ക്ക് എന്താണ്, നമ്മുടെ പെനിട്രേറ്റിംഗ് പവർ കുറവാണ്. അത് മാത്രമല്ല കാർസിനോജനിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എക്സ്റ്റെൻസീവ് ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിസിൻഫെക്റ്റന്റും ആന്റിസെപ്റ്റിക് ആ ഒരു ടോപ്പിക്കിന് കീഴിൽ വരുന്നത്. ഓക്കെ, അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്ര എടുത്ത കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ.